നമ്മളൊരു മൊബൈൽ വാങ്ങിക്കാനായിട്ട് കടയിൽ പോകുമ്പോൾ നമ്മൾ മൊബൈൽ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുമ്പോൾ കടക്കാണ്ട് ചോദിക്കും ഓഫർ വല്ലോ വേറെ എന്തെങ്കിലും ഫ്രീ ഉണ്ടോ ഇല്ലേ? ആ, ചിലരാണെങ്കിൽ അത് വാങ്ങിച്ചോണ്ടേ എന്ത് ചെയ്യത്തുള്ളൂ, പോരത്തുള്ളൂ. അപ്പം ആ ആ ആ ആ വസ്തു അല്ലെങ്കിൽ ആ ഡിവൈസിനെ, ആ മൊബൈലിനെ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഫ്രീ കിട്ടിയതാണ് ഹെഡ്സെറ്റ്, പൗച്ച്, സ്ക്രീൻ ഗാർഡ്, ചാർജർ. ഇതെല്ലാം നമുക്ക് എന്ത് കിട്ടിയതാ? ഫ്രീ കിട്ടിയതാ. എന്നതുപോലെ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഫ്രീയാ. നമ്മൾ ഇതിന്റെ പുറകിലൊന്നും എന്ത് ചെയ്യണ്ട, ഓടണ്ട. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണ്ട. പണ്ടൊരാൾ പറഞ്ഞതാണ് ഫ്രീ ഇങ്ങനെ വന്നേക്കാൻ പറഞ്ഞു. അപ്പൊ കടയിൽ എഴുതി വെച്ചിരിക്കുക ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അപ്പൊ മിടുക്കനായ ഒരുത്തൻ ചെന്നിട്ട് പറഞ്ഞു ആ ഫ്രീ ഇങ്ങ് പെന്തക്കോസുകാരായ നമ്മളെല്ലാം ഇപ്പൊ ഓടുന്ന എന്തിനറിയാമോ? പിണങ്ങല്ലേ, നമ്മൾ ഓടുന്ന എന്തിനാ? ഫ്രീ വേണം. പക്ഷെ അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന. അത് നമുക്ക് വേണ്ട. അതിന് വില കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? വില കൊടുക്കണം. അതിന് വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വിശുദ്ധി നിൽക്കണം, വേർപാട് ആചരിക്കണം, അപ്പനുറുക്കുകളിൽ പങ്കുകൊള്ളണം, ദൈവസഭയുടെ ഉപദേശം കൈക്കൊള്ളണം. ഇതെല്ലാം ചെയ്യണം. അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് രോഗസൗഖ്യം, ഭൂതശാന്തി, പാമ്പിനെ പിടിക്കണം, അല്ലേ? നമുക്കിതൊക്കെയാ വേണ്ടേ? പിണങ്ങി എന്നോട് 30 കളയല്ലേ. നമുക്കിതെല്ലാം വേണം. പക്ഷേ ഇന്ന് രാവിലെ ആത്മാവി പറയാം, ആ ഫ്രീ അല്ല നമുക്ക് ആവശ്യം, വിലയുള്ള ആ വസ്തുവിനെ നമുക്ക് ആവശ്യമാണ്. ആമേൻ. വിലയുള്ളത് ആരാണ്? യേശുവാണ്. യേശുവിന്റെ അത്രയും വിലയുള്ളതൊന്നും ഈ ഭൂമിയിൽ ഇല്ല. എത്ര വില കൊടുത്താലും കിട്ടാത്തൊരു ആമേൻ വ്യക്തിത്വമാണ് ആര്? യേശു. അപ്പൊ യേശുവിനെ കിട്ടിയാൽ 30-ാം ദിവസം ഞാൻ പറയാം, യേശുവിനെ കിട്ടിയാൽ, യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ, നിങ്ങൾ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ അപ്പയാണെന്ന് ഒറ്റ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ ആ സെക്കൻഡിൽ തവള ചാടിക്കയറുന്നവർക്ക് ഈ അനുഗ്രഹം എല്ലാം ചാടിക്കയറും. ഈ അനുഗ്രഹം എല്ലാം എന്ത് ചെയ്യും? ചാടിക്കയറും. പക്ഷെ ഈ വെളിപ്പാട് അറിയാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെ കണ്ണിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? നമ്മളങ്ങ് നടക്കുക ഇതിന്റെ പുറകെ. എന്നാൽ ഇന്ന് രാവിലെ 30-ാം ദിവസം, എന്റെ പ്രസംഗ വിഷയമല്ലെന്ന് എനിക്കറിയാം, 30-ാം ദിവസം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ക്രിസ്തുവിനെ ഉള്ളിൽ കൊണ്ടുവാ, നീ ചവിട്ടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും. ആമേൻ, ആമേൻ. ക്രിസ്തുവിനെ ഉള്ളിൽ കൊണ്ടുവാ, ചവിട്ടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാവിലെ യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ തിരിച്ച് നിന്റെ വീട്ടിൽ ചെന്ന് നീ ആ ഉമ്മരപ്പടി ചവിട്ടി അകത്ത് കയറുമ്പോ നാളുകളും വർഷങ്ങളുമായി പാരമ്പര്യപരമായി നിന്നെ മൂടിയ സകല കെട്ടും അവിടുന്ന് ഓടിപ്പോവും. സകല തകർച്ചയും മാറും, ദാരിദ്ര്യം മാറും, രോഗം മാറും, ബന്ധനമഴിയും. യേശുവിൽ വന്നാ മതി. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം ഈ വിലയുള്ള ഈ സാധനം കിട്ടുമ്പോൾ കിട്ടുന്നതാണ് ഈ ഫ്രീ ഉള്ള സാധനങ്ങളെല്ലാം. അപ്പൊ നമ്മുടെ വീട്, നമ്മുടെ വസ്തു, നമ്മുടെ കാറ്, എന്നെ നോക്കിയേ, ഇതെല്ലാം ഫ്രീയാ. അതെല്ലാം എന്താണ്? ഫ്രീയാ. ഒന്നെടുത്തപ്പോ ഒന്ന് കിട്ടിയതാ. അപ്പൊ എടുക്കേണ്ടത് നമ്മൾ എടുത്താൽ കിട്ടേണ്ടത് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. രാമൻ പറഞ്ഞേ, അടുത്തിന് കരം കൊടുത്ത് പറഞ്ഞ്, എടുക്കേണ്ടത് എടുത്താൽ കിട്ടേണ്ടത് കിട്ടും എന്ന് പറ. മുഖത്ത് നോക്കി പറ, കാലേ നോക്കി പറയല്ലേ. അത് പിണക്കം കൊണ്ടാ കാലേ നോക്കുന്നത്. അവിടെ കൊടുത്തില്ലയോ? ഒന്നുകൂടെ കൊടുക്കും, ഞാൻ കണ്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എടുക്കേണ്ടതിനെ എടുത്താൽ
അത് എഴുതി വെച്ചോണം നെറ്റിക്ക്. എടുക്കേണ്ടതിനെ എടുത്താൽ കിട്ടേണ്ടത് എന്ത് ചെയ്യും? ഒന്നും വഴിയിൽ എന്ത് ചെയ്യത്തില്ല. ഈ 30 ദിവസം ആഹാരം മാറ്റിവെച്ച് എടുക്കേണ്ടവന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാ പാസ്റ്റേ? അതുകൊണ്ട് എന്താ കിട്ടേണ്ടത്? ഒരാമയും പറഞ്ഞേ. ഓടിവാ. എടുക്കേണ്ടതിന് എടുത്താൽ ഒന്ന് ഉറക്കെ പറഞ്ഞേ. എടാ നമ്മളെക്കാൾ സൗണ്ടാ മഴയ്ക്ക്. മഴ സൗണ്ടിനെ ഒന്ന് മാറ്റിയിട്ട് ഉറക്കെ പറഞ്ഞേ. എടുക്കേണ്ടതിനെ എടുത്താൽ കിട്ടേണ്ടതിന് എന്ത് ചെയ്യും? അനീഷേ, എടുക്കേണ്ടതിനെ എടുത്താൽ കിട്ടേണ്ടതിന് എന്ത് ചെയ്യും? കിട്ടും. പലപ്പോഴും നമ്മൾ എടുക്കേണ്ടതിനെ എടുക്കാത്തത് കൊണ്ടാ പലതും കിട്ടാത്തത്.